ദേശീയപാതയിൽ കോഴിക്കോട് തിരുവങ്ങൂർ പാലത്തിന് മുകളിലായി വിള്ളൽ വീണിരിക്കുന്നു. 400 മീറ്റർ നീളത്തിലാണ് ഈ വിള്ളൽ രൂപപ്പെട്ടത്. ഇന്നലെ രാത്രി തന്നെ പക്ഷേ വിള്ളലൊക്കെ ടാറിട്ട് അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് ദേശീയപാതയുടെ നിർമ്മാണം മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച പ്രദേശം കൂടിയാണ് ഇതെന്ന് ഓർമ്മിക്കണം. നമ്മൾ ആ ദൃശ്യങ്ങളൊന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ദേശീയപാതയിൽ തിരുവങ്ങൂർ പാലത്തിന് മുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന വിള്ളൽ ആണിത്. ഇതിലൊക്കെ ഒരു പഠനം ആവശ്യമാണ്. എത്രമേൽ സാരമുള്ള വിള്ളലാണ്. വെറുതെ ടാർ ഉരുക്കി ഒഴിച്ച് അടയ്ക്കാവുന്ന അത്രയും ഗൗരവ സ്വഭാവമേ ഇതിനുള്ളോ എന്ന കാര്യം കൃത്യമായും ദേശീയപാത അതോറിറ്റിയുടെ സൂപ്പർവിഷൻ ചുമതലയുള്ള എഞ്ചിനീയർമാർ അതുപോലെ തന്നെ വിദഗ്ധർ നടത്തേണ്ടതാണ്. തൊലിപ്പുറത്തെ ചികിത്സയും പരിഹാരവുമല്ല ഇപ്പോൾ ആവശ്യം. ദേശീയപാത സുരക്ഷിതമായി നിർമ്മിക്കുക എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ്. അതുകൊണ്ട് താൽക്കാലിക പരിഹാരത്തിന് മുട്ടുശാന്തിക്ക് ശ്രമിക്കാതെ ഗൗരവപൂർണ്ണമായ പഠനവും അതുപോലെ തന്നെ നടപടികളും ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നുള്ളത് വ്യക്തമാണ്. അഖില CP നമുക്കൊപ്പം അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, ഇന്നലെ തന്നെ ടാറിട്ട് മൂടിയിട്ടുണ്ട്. അങ്ങനെ ടാറിട്ട് മൂടിയാൽ മതിയോ എന്ന ചോദ്യമുണ്ട്. കൃത്യമായി പഠനം നടത്തി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിള്ളൽ രൂപപ്പെട്ടത്, അതിന് കാരണം എന്താണ് എന്നൊക്കെ കണ്ടിട്ട് വേണ്ടേ ഈ ടാറിടാൻ? അതായത് എന്തുകൊണ്ട് വിള്ളൽ വന്നു, അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ശാസ്ത്രീയ പഠനം ഇവർ നടത്തിയോ എന്നതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഏകദേശം ബുധനാഴ്ചയോട് കൂടിയാണ് വലിയ രീതിയിലുള്ള 400 മീറ്ററിലധികം നീളമുള്ള വിള്ളൽ രൂപപ്പെടുന്നത്. അത് ഈ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാനായി ഇന്ന് അത് അടച്ചിരിക്കുന്നു. പക്ഷേ അടച്ചിരിക്കുന്നതും വലിയ രീതിയിലല്ല, വെറുതെ ഒരു ടാർ മാത്രം, ഒരു കോട്ടിംഗ് ടാറിംഗ് മാത്രമാണ് ഇപ്പോൾ ഇതുവഴി ഒഴിച്ചിട്ടുള്ളത്. വലിയ ഭീഷണിയാണ്. കാരണം എന്താണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വിള്ളൽ രൂപപ്പെടാൻ എന്താണ് കാരണം എന്ന തരത്തിലുള്ളൊരു പഠനത്തിന് പകരം ഇതിപ്പോൾ ജനങ്ങളുടെയും എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാനാണ്. ഇപ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയാൽ കാണാം, സർവീസ് റോഡാണ് താഴെ. നിരവധി ആയിരക്കണക്കിന് വാഹനങ്ങൾ രാവിലെയും വൈകുന്നേരവും രാത്രിയും എന്ന് ഭേദമില്ലാതെ പോകുന്നതാണ്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ളൊരു സുരക്ഷാ മാർഗങ്ങളും സ്വീകരിക്കാതെ ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ഇപ്പോൾ അവിടുന്ന് മുതൽ ആ ടാങ്കർ ലോറി നിൽക്കുന്നത് മുതൽ ഏകദേശം 400 മീറ്റർ ദൂരം വരെ ഈ വിള്ളലുണ്ട്. അപ്പോൾ വലിയ ഗുരുതരമായ പിഴവ് ഈ നിർമ്മാണത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർ, ഇപ്പോൾ ആര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴക്കാലം വന്നാൽ വലിയ ദുരിതം നേരിടുന്ന ഒരു പ്രദേശമാണിത്. അത് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ചേട്ടാ, ഇത് വലിയൊരു ഗുരുതര പിഴവല്ല? ഏകദേശം 400 മീറ്ററോളം ഈ വിള്ളൽ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ മെനഞ്ഞാന്നാണ് കാണുന്നത്. രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആകെ 12 മണിക്കൂറേ മഴ പെയ്തുള്ളൂ. അന്നേരമാണ് ഈ സംഭവം കണ്ടത്. അന്നേരം ഈ വിള്ളലിൽ ഓയിൽ ഒഴിച്ചിട്ട്, ഈ ടാറിൻ്റെ ഓയിൽ ഒഴിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് തടഞ്ഞിട്ട് ഇവർ ഇങ്ങനെ ഫില്ല് ചെയ്തെന്നുള്ളൂ. അപ്പം നിർമ്മാണത്തിൻ്റെ അപാകത തന്നെയാണ്. ഈ ശാസ്ത്രീയം, ഈ നിർമ്മാണ കമ്പനിക്കാരെന്തെങ്കിലും ഇതിൽ ഇടപെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും? നിർമ്മാണ കമ്പനീൻ്റെ പോരായ്മയാണല്ലോ അവിടെ. കാരണം കമ്പനീൻ്റെ ആളുകളെ ഞങ്ങൾ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞ് പ്രശ്നമല്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അന്നേരം ഞങ്ങൾ പറഞ്ഞ് പ്രശ്നമല്ല എന്ന് നിങ്ങൾ പറയും. ഇത് പൊട്ടി താഴോട്ട് വീഴുന്ന സമയത്ത് സർവീസ് റോഡുണ്ട്, തൊട്ടടുത്ത് വീടുകളുണ്ട്, കടകളുണ്ട്. ഇവർക്കൊക്കെ തന്നെ ആളുകൾ നടന്നു പോകുന്ന വഴികളാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ തന്നെ വലിയൊരു അപകടം ഉണ്ടാവും എന്ന രീതിയിൽ ഞങ്ങൾ അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരപ്പുറം പറയുന്നത് ഇതൊരു പ്രശ്നമല്ല, ഇത് ഞങ്ങൾ ചെയ്ത് തീർക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നിർമ്മാണ കമ്പനിയെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപാകതകൾ അറിയിച്ചിരുന്നു. പക്ഷെ അവരത് വേണ്ട രീതിയിൽ ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആശങ്കയിലാണ്. കാരണം പ്രത്യേകിച്ച് ഈ കൂരിയാട് അപകടം വന്നതോടുകൂടി ഇനിയിപ്പോൾ പാതയിൽ ചെറിയ വിള്ളൽ കാണുമ്പോൾ തന്നെ ജനങ്ങൾ ആശങ്ക. അഭിലാഷ്, ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു, എവിടെയാണോ വിള്ളൽ ഉണ്ടായത് അതിന് മുകളിലൂടെ മാത്രം ഇങ്ങനെ വരച്ചു പോയതുപോലെ ടാറിട്ട് പോയിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞൊരു തട്ടിപ്പ് അതിന് മുകളിൽ ഇനി കാണണ്ട എന്നുള്ളൊരു പരാതി കേൾക്കാതിരിക്കാൻ വേണ്ടി രാത്രി വന്ന് കുറച്ച് ടാർ ഒഴിച്ച് പോയിട്ടുണ്ട്. എന്തായാലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാരും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയും ഗൗരവപൂർണ്ണമായി കാണേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദേശീയപാത സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്നുള്ള ഇഫക്റ്റീവായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.